കോഴിക്കോട് കൂടരഞ്ഞിയിൽ യുവാവ് ആശുപത്രിയിൽ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ഗുരുതര ആരോപണവുമായി പ്രദേശവാസി 2 മാസം മുൻപ് ആശുപത്രി പരിസരത്ത് വെച്ച് ഷോക്കേറ്റതായി കോലോത്തുംകടവ് സ്വദേശി സാദിഖ് പറഞ്ഞു. അന്ന് ഇക്കാര്യം ആശുപത്രി അധികൃതരെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ യുവാവിന്റെ ജീവൻ നഷ്ടമാകില്ലായിരുന്നുവെന്നും സാദിഖ് പറഞ്ഞു. കൂടരഞ്ഞിയിലെ സെന്റ് ജോസഫ്സ് ക്ലിനിക്കിൽ വ്യാഴാഴ്ച രാത്രിയാണ് തിരുവമ്പാടി ചവലപ്പാറ സ്വദേശി അബിൻ വിനു ആശുപത്രിയിൽ ഷോക്കേറ്റ് മരിക്കുന്നത്. അത് അന്ന് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഞാനൊരു മോളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ചെന്നതാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് എനിക്കൊരു കോൾ വന്നു. അങ്ങനെ ആ കോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഞാൻ ആ കോമ്പൗണ്ടിൻ്റെ സൈഡിലേക്ക് പോയി. അങ്ങനെ ആ കോർണർ സൈഡിലേക്ക് വന്നപ്പോൾ എനിക്ക് കുറച്ച് ടൈം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരത്തിൽ ഞാൻ മുഴുകിയതുകൊണ്ട് കറണ്ടിൻ്റെ വള്ളി കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കപ്പെട്ടില്ലായിരുന്നു. പെട്ടെന്ന് എനിക്ക് സൈറ്റിൽ നിന്നൊക്കെ ഷോക്ക് അടിക്കുന്ന അനുഭവം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഷോക്ക് അടിക്കുകയും ഞാൻ എൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വയറിംഗുകാരനായിരുന്നു. അയാൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അവിടെ ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിലെ ബില്ലിംഗ് സെക്ഷനിൽ പോയി ആദ്യം കാര്യം പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫിനെ വിളിച്ച് ഈ സ്ഥലം കൊണ്ടേ കാണിക്കുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ അവർ ക്ലിയർ ചെയ്തോളാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ 3-4 മാസത്തിന് ശേഷമാണ് ഇയാൾ മരണപ്പെടുന്നത്. ചികിത്സ വൈകിയതായും അബിൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു. ഞങ്ങൾ ഈ സംഭവം നടന്നതിന് ശേഷം 4 മണിയോടെ ഞാൻ അറിയുമ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു ഹോസ്പിറ്റലാണ്, അങ്ങനെ വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ സ്ഥലത്ത് പോയി നോക്കുമ്പം മറഞ്ഞു കിടന്ന ലൈറ്റുകളും സാധനങ്ങളൊക്കെ ആരോ തിരിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു റീവയറിങ് നടന്നതിൻ്റെ ലക്ഷണങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അപ്പോൾ തന്നെ DBകളെല്ലാം തുറന്നിട്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു വെച്ചു, ഇനി അവർക്കൊരു മാറ്റം വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നടന്നിട്ടുണ്ടെന്ന് സംശയിക്കുന്നുണ്ട്. അപ്പം ഹോസ്പിറ്റലുകാരുടെ ഭാഗത്തുനിന്ന് വളരെ അലക്ഷ്യമായ നോൺ സ്റ്റാൻഡേർഡായിട്ടുള്ള വയറിങ്ങും ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ട് അത്യാവശ്യം വെക്കേണ്ട സാധനങ്ങൾ വെക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. എനിക്ക് വയ്യാണ്ടായപ്പോൾ എന്നെ കൊണ്ട് അവൻ വന്നതായിരുന്നു ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ എനിക്ക് തീരെ വയ്യാണ്ടായപ്പോൾ എനിക്ക് വെളിച്ചം പോലും അടിക്കാൻ പറ്റാതെ ഉള്ളിലത്തെ ബെഡിൽ കിടക്കുമായിരുന്നു. അപ്പോൾ ഈ ഒച്ചപ്പാടും വെള്ളം കെട്ടി ഞാൻ വന്ന് നോക്കുമ്പം അബി ഇങ്ങനെ സ്ട്രെച്ചറിൽ കിടക്കുമായിരുന്നു. സ്ട്രെച്ചറിൽ കിടന്നു കഴിഞ്ഞപ്പം ഞാൻ അടുത്ത ബെഡിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടറൊക്കെ അടുത്തുണ്ട്, എന്നാലും ഞാൻ അടുത്ത ബെഡിലേക്ക് എനിക്ക് തീരെ വയ്യാണ്ട് അടുത്ത ബെഡിലേക്ക് കിടന്നപ്പോൾ പിന്നെ ഇങ്ങനെ ഡോക്ടർ സൈഡിൽ നിൽക്കുവാണ്. നേഴ്സുമാർ മറ്റേ പൾസ് ചെക്ക് ചെയ്യാനുള്ള നീഡിൽ കൊടുക്കുന്നു, ECG കണക്ട് ചെയ്യാനൊക്കെയാണ് നോക്കുന്നത്. അവന് മറ്റേ CPR കൊടുക്കാൻ പോലെ അവർ താമസിക്കുകയാണ് ചെയ്തത്. ഞാൻ കണ്ടത് അതാണ്. പിന്നെ കുറേ ടൈം കഴിഞ്ഞിട്ടാണ് അവർ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ടാണ് അവന് CPR കൊടുക്കാൻ തന്നെ ശ്രമിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ബെൻസൺ ബാബുവാണ് ചേരുന്നത്. ബെൻസൺ, എന്തായാലും വലിയ ഗുരുതരമായ ആരോപണമാണ് ഈ ഒരു മരണത്തിൽ പ്രദേശവാസികളും സുഹൃത്തുക്കളും അടക്കം ഉന്നയിക്കുന്നത്. ഇതിൽ എത്രമാത്രം ഒരു അനാസ്ഥ ഉണ്ട്? സ്വാതി സൂചിപ്പിച്ചതുപോലെ അതീവ ഗൗരവകരമായിട്ടുള്ള വെളിപ്പെടുത്തലുകളാണ് ഈ ഒരു അപകട മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പുറത്തോട്ട് വരുന്നത്. ഏകദേശം 2 മാസങ്ങൾക്ക് മുൻപ് കോലോത്തുംകടവ് സ്വദേശിയായിട്ടുള്ള സാദിഖ് എന്ന് പറയുന്നയാൾക്ക് ഈ കൂടരഞ്ഞിയിലെ കരിങ്കുറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് ജോസഫ് ക്ലിനിക്കിലെ ഈ അപകടത്തിൽ അബിൻ എന്ന യുവാവ് മരിച്ച ഈ ക്ലിനിക്കിലെ അതേ സ്ഥലത്ത് വെച്ച് ഷോക്കേറ്റിട്ടുണ്ടായിരുന്നു. ഇയാൾ ഇക്കാര്യം ആശുപത്രി അധികൃതരെ അറിയിച്ചു. ആശുപത്രിയിലെ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഡ്യൂട്ടിക്കുണ്ടായിരുന്ന ആളുകളെ കൃത്യമായി അറിയിച്ചു. അവരോട് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണം, ഇത് മനുഷ്യജീവന് വില കൽപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം, ഈ ഒരു അപകടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം അന്ന് 2 മാസങ്ങൾക്ക് മുൻപേ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൽ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചിരുന്നില്ല. അത് സ്വീകരിക്കാത്തതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ യുവാവിന്റെ മരണത്തിലേക്കടക്കം ഇത് നയിച്ചിട്ടുള്ളത് എന്ന ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലും ആരോപണവുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അന്ന് അപകടം നടക്കുമ്പോൾ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഈ അപകടം നടക്കുമ്പോൾ അബിനൊപ്പം അവിടെ ഉണ്ടായിരുന്ന യുവാക്കൾ അതുപോലെ തന്നെ മറ്റാളുകളുണ്ട്. ഇവരെല്ലാവരും ഗുരുതരമായിട്ടുള്ള ആരോപണം മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. ഈ സെന്റ് ജോസഫ് ക്ലിനിക്കിന്റെ ഭാഗത്തു നിന്നും വലിയ അലംഭാവം ഈ യുവാവിന് പ്രാഥമിക ചികിത്സ നൽകുന്ന കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. CPR അടക്കമുള്ള കാര്യങ്ങൾ നൽകുന്നതിൽ വലിയ രീതിയിലുള്ള അലംഭാവം ആദ്യഘട്ടത്തിൽ ഉണ്ടായി. പിന്നീട് അവിടെ തെളിവ് നശിപ്പിക്കാനടക്കം ഇവർ ശ്രമം നടത്തി എന്ന രീതിയിലുള്ള വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളുമാണ് നിലവിൽ ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഞാൻ നിൽക്കുന്നത് അബിന്റെ വീട്ടിലാണ്. മാതാപിതാക്കളും അതുപോലെ തന്നെ അബിന്റെ സുഹൃത്തുക്കളടക്കം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ്. പക്ഷേ അവർ ഇപ്പോഴും മുൻപോട്ട് വയ്ക്കുന്നത് ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകണം. ആരോഗ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള കൃത്യവിലോപം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ അന്വേഷണം വേണമെന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. നമ്മളോടൊപ്പം അബിന്റെ പിതാവാണ് ചേരുന്നത്. തീർച്ചയായും എനിക്ക് എൻ്റെ മകൻ പോയി. ഏതായാലും ഇനി മേലിൽ അങ്ങനെ ഒരു കൊച്ചിനും അങ്ങനത്തെ ഒരു അപകടം സംഭവിക്കാതിരിക്കാൻ
ശ്രദ്ധിക്കണം. അതിന് ആരോഗ്യവകുപ്പ് മന്ത്രിയോ മുഖ്യമന്ത്രിയോ എല്ലാവരും അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം. എനിക്കതാ പറയാനുള്ളത്. അന്ന് ഈ അപകടം നടക്കുന്നതിന് കുറച്ച് നാളുകൾക്ക് മുൻപും സമാനമായിട്ടുള്ള സംഭവം ഉണ്ടായി എന്ന് പറയുന്നു, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞു. അങ്ങനെ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട നടപടികൾ അവർ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ ജീവിതമാണ് പോയത്, എനിക്ക് എൻ്റെ മകനാണ് പോയത്. അങ്ങനെ ഇനി ഒരു രക്ഷിതാക്കൾക്കും അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകരുത്. അങ്ങനെയുള്ള ഒരു സംവിധാനത്തോടു കൂടിയാണ് ഒരു ഹോസ്പിറ്റലല്ലേ ജീവൻ രക്ഷിക്കാനാണ് അവൻ ഒരാളെ ആശുപത്രി കൊണ്ടുപോയത്. ആ ജീവൻ അവിടുന്ന് ആ ഹോസ്പിറ്റലിൽ നിന്ന് ജീവൻ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ബുദ്ധിമുട്ടാക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. അമ്മയും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അമ്മയ്ക്കൊക്കെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അമ്മയ്ക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് അന്ന് ഈ അപകടം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആശുപത്രിയിൽ ഇവരോടൊപ്പം എത്തിയിട്ടുണ്ടായിരുന്ന യുവാക്കളാണ് നമ്മളോടൊപ്പം ഉള്ളത്. നിങ്ങൾ രണ്ടുപേരും അന്ന് ഈ അപകടം നടക്കുന്ന സമയത്ത് അവനോടൊപ്പം ഉണ്ടായിരുന്നു. അന്ന് ഈ അപകടം നടന്നതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള തെളിവ് നശിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ അവിടെ ഈ പ്രാഥമിക ചികിത്സ നൽകുന്നതിലോ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? വീഴ്ചയുണ്ട്, നല്ല വീഴ്ച അവർ ചെയ്തിട്ടുണ്ട്. കാരണം ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് അവനെ എടുത്തുകൊണ്ട് പോകുന്നത്. അവർ ആരും ഹെൽപ്പ് ചെയ്തിട്ടില്ല. ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ? സെക്യൂരിറ്റി ജീവനക്കാരൻ മോശം. ഞങ്ങളോടൊന്നും പറയണ്ട, ഞങ്ങൾക്കൊന്നും അറിയില്ല, നിങ്ങൾ മാനേജ്മെൻറ്റോട് സംസാരിച്ചാൽ മതി, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല, നിങ്ങൾ മാനേജ്മെൻറ്റിനോട് പറഞ്ഞാൽ മതി, ഞങ്ങളോടൊന്നും പറയണ്ട. അങ്ങനെയാണ് പുള്ളിക്കാരൻ ഞങ്ങളോട് പറയുന്നത്. ഞങ്ങൾക്ക് അവിടുന്ന് അവനവിടെ കിടക്കുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ എടുത്തുകൊണ്ട് പോകാന്നല്ലാണ്ട് വേറെ നിവർത്തിയില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടി എടുത്ത് സ്ട്രെച്ചർ പോലും അവർ കൊണ്ടുവന്നിട്ടില്ല. വീൽ ചെയർ ഇദ്ദേഹത്തോടൊപ്പം ഈ അപകടം നടക്കുമ്പോൾ അഭിനോടൊപ്പം നിങ്ങളും ഉണ്ടായിരുന്നു. അപ്പം ഷോക്ക് അടിച്ചു, നിങ്ങൾക്കും ഷോക്ക് അടിച്ചു? ഷോക്ക് എനിക്ക് അടിച്ചു. ഞാനും അവനും കൂടെയാണ് സംസാരിക്കുന്നത് അവിടുന്ന്. അപ്പോൾ 1 മണിക്കൂറായിട്ട് ഞങ്ങൾ അവിടുന്ന് സംസാരിക്കുന്നുണ്ട്. അവൻ പെട്ടെന്ന് എന്നോട് പറഞ്ഞു ശരത്തെ ഷോക്ക് അടിച്ചു എന്ന് പറഞ്ഞു. ഞാൻ അവനെ കയറി പിടിച്ചു. അപ്പോൾ എനിക്കിട്ട് അടിച്ചു. എൻ്റെ കാല് തൊട്ട് തല വരെ കുലുങ്ങിപ്പോയി. രണ്ടാമത് കൂട്ടുകാരനല്ല, ഒഴിവാക്കാൻ പറ്റും. ഞാൻ പിടിച്ച് അവനെ വലിച്ച് നിലത്ത് കടത്തി. എന്നിട്ട് ഞങ്ങളെല്ലാവരും ഒരു സ്റ്റാഫോ അവിടുത്തെ സെക്യൂരിറ്റി ആരും ഒന്നും സപ്പോർട്ട് ചെയ്തില്ല. ഞങ്ങൾ അവനെ എന്നിട്ട് അവിടുന്ന് വലിച്ച് ഞങ്ങൾ അവിടെ കൊണ്ടുപോയി കിടത്തി. ഡോക്ടർ വന്നപ്പോൾ ഡോക്ടർ പറയാം നിങ്ങൾ മിണ്ടരുത്, മാറി വെക്കാൻ പറഞ്ഞു. ഞങ്ങളവിടുന്ന് ശരി ബെൻസൺ, എന്തായാലും അവരുടെ ആ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്രമാത്രം ഗൗരവകരമാണ് സംഭവമെന്ന്. കോഴിക്കോട് കൂടരഞ്ഞിയിലാണ് യുവാവ് ആശുപത്രിയിൽ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ഗുരുതര ആരോപണവുമായി ബന്ധുക്കളും പ്രദേശവാസികളുമൊക്കെ രംഗത്തെത്തുന്നത്.